കർത്താവിൻ്റെ അതിപരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിന് വേണ്ടി അല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടി അല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോട് എന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഇതാ, ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധീപനുമാക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം, ധ്യാനിക്കാം. ഈ വചനം എന്താണ് നമ്മളോട് പറയുന്നത്? കർത്താവ് പറയുക, നിങ്ങൾ എന്തിനാണ് അധ്വാനിക്കുന്നത്? നിങ്ങൾ അധ്വാനിക്കുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകണം. അല്ലാതെ നിങ്ങൾ രാപകൽ അധ്വാനിച്ചുകൊണ്ട് ആ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്കുണ്ടോ? അപ്പം നിങ്ങൾ അധ്വാനിക്കുന്നത് മറ്റുള്ളവർ ഉപയോഗിക്കുന്നു. അതിലും നല്ലത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങൾക്ക് നന്നായി ഭക്ഷിക്കാനും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കാനും വേണ്ടിയാണ്. നിങ്ങളങ്ങനെ ആ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളും ആസ്വദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ച് കൂട്ടി വെച്ചാലും ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കുകയും ശ്രദ്ധിക്കുകയും അതോടൊപ്പം ജീവിക്കുകയും ചെയ്തില്ല എങ്കിൽ നമുക്ക് ജീവനില്ല. നമ്മൾ മരിച്ചവരുടെ അവസ്ഥയിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് മുൻസ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനമാണ് സത്യം. ആ വചനത്തെ മുറുകെ പിടിക്കണം. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കാതെ ദൈവവുമായിട്ട് ഒരു അടുപ്പവുമില്ലാതെ എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് യേശു ഒപ്പിച്ച് നമുക്ക് തരും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അന്നേരം ദൈവം എന്താ ചെയ്യുന്നത്? നമ്മളോട് സ്ഥിരമായ സ്നേഹം കാട്ടും ദൈവം. ഹല്ലേലൂയ. ആ കരങ്ങളിലൊന്ന് മുറുകെ പിടിച്ചാൽ നമ്മളോട് സ്ഥിരമായ സ്നേഹം കാട്ടും. മാറാത്ത സ്നേഹം, മറയാത്ത സ്നേഹം. ഇത് തരാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് യേശുവിൻ്റെ മക്കളായി മാറാം, പ്രിയപ്പെട്ട മക്കളായി മാറാം. ജീവൻ്റെ ഉറവെ നമുക്ക് മുറുകെ പിടിക്കാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹമുള്ള മക്കളായി മാറി ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. എനിക്ക് നന്മ കിട്ടിയാൽ ആ നന്മ ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യക്കരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ വഴികളും വാതിലുകളും തുറന്നു കൊടുത്തവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. അവരോട് കരുണ കാണിക്കണമേ, സ്ഥിരമായ സ്നേഹം കാട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.